ജിഷ വധക്കേസ് പ്രതി അമീറുളുമായി പോലീസ് തെളിവെടുപ്പിനായി കാഞ്ചീപുരത്തേക്ക് പുറപ്പെട്ടു. ഡിവൈഎസ്പി ശശിധരന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. പുലർച്ചെയോടെയാണ് സംഘം കാഞ്ചീപുരത്തേക്ക് പുറപ്പെട്ടത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കാഞ്ചീപുരത്ത് പിടിയിലായ ഇടങ്ങളിലായിരിക്കുമോ ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കുക? എന്തൊക്കെയാണ് ഇന്നെന്തായിരിക്കും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്? സൗമ്യ, ജിഷ വധക്കേസിൽ തെളിവെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ട വീടും പരിസരത്തുമെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് ഇയാൾ അമീറുൽ പിടിയിലായത് കാഞ്ചീപുരത്ത് വെച്ചാണ്. ഇവിടെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരിക്കുന്നത്. അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെ 3:30 അമീറുളിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് കൊണ്ടുപോയത്. ചെറിയ വാഹനത്തിലാണ്. സാധാരണ അമീറിനെ കൊണ്ടുപോകുന്നത് വലിയ ബസ്സിലും മറ്റുമാണ്. എന്നാൽ ഇന്ന് അതീവ രഹസ്യമായി പുലർച്ചെ 3:30 എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് വളരെ രഹസ്യമായി അമീറുളിനെ പോലീസിൻ്റെ പ്രത്യേക വാഹനത്തിൽ കയറ്റി കാഞ്ചീപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. റോഡ് മാർഗ്ഗമാണ് അവർ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാഞ്ചീപുരത്ത് എത്തിയിട്ടില്ല, തമിഴ്നാട്ടിലേക്ക് എത്തിയെന്നുള്ളത് നമുക്കറിയാനായിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കാഞ്ചീപുരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇയാളെ പിടിയിലാകുന്നത് കാഞ്ചീപുരത്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് ഇയാളെ നേരിട്ട് കണ്ടവർ, അത്തരത്തിലുള്ള സാക്ഷികൾ കൂടുതലായി ഇവിടെ ഉണ്ടാകും. അവരിൽ നിന്ന് അന്വേഷണ സംഘം അവരെ നേരിട്ട് കാണും. കൂടുതൽ അവരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല, ഇയാൾ ഈ വസ്ത്രം ഉപേക്ഷിച്ചത് കാഞ്ചീപുരത്താണ് എന്ന സൂചനയുണ്ട്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇന്ന് നടത്തും. പ്രത്യേകിച്ച് ഇയാൾ പിടിയിലായ സ്ഥലത്തും മറ്റും ചെന്നുകൊണ്ടാണ് ഇയാളെ തെളിവെടുപ്പ് നടത്തുക. ഇയാൾക്ക് ജോലി നൽകിയവർ സംബന്ധിച്ച് ഇയാളുടെ കമ്പനി, അവിടെയെല്ലാം ചെന്ന് തെളിവെടുപ്പ് നടത്തും. എവിടെയാണ് വസ്ത്രം ഉപേക്ഷിച്ചതെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ഇയാളിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം മനസ്സിലാക്കും. അതിനുശേഷം തെളിവെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടെ ആയിരിക്കും അന്വേഷണ സംഘം മടങ്ങിയെത്തുക. കാരണം നാളെ വൈകിട്ട് 4:30 വരെയാണ് പോലീസ് കസ്റ്റഡി കാലാവധിയിൽ അമീറുളിനെ അനുവദിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 4:30 കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഒപ്പം റിമാൻഡ് കാലാവധിയും നാളെ വൈകിട്ട് 4:30 അവസാനിക്കും. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ട് 4:30 മുമ്പായി തന്നെ ഇയാളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടങ്ങളാണ് ഇന്നലെയും ഇന്നുമായി ഉണ്ടായത്. ഇന്നലെ അതികാലത്ത് പെരുമ്പാവൂരിലെത്തിച്ച് 6 മണിയോടെ തന്നെ തെളിവെടുപ്പ് നടത്തിയെങ്കിൽ ഇന്ന് അതിലും നേരത്തെ തന്നെ, അതായത് പുലർച്ചെ 3:30 തന്നെ അമീറുളിനെ പോലീസ് വാഹനത്തിൽ കയറ്റി കാഞ്ചീപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാഞ്ചീപുരത്ത് അധികം വൈകാതെ 1-1.5 മണിക്കൂറിൽ തന്നെ കാഞ്ചീപുരത്ത് എത്തുമെന്നാണ് അറിയുന്നത്. അവിടെ സമഗ്രമായ തെളിവെടുപ്പ് നടത്തി അവിടെയുള്ള സാക്ഷികളെല്ലാം കണ്ട ശേഷമായിരിക്കും അന്വേഷണ സംഘം മടങ്ങുക. ഇന്ന് രാത്രിയോടെ തന്നെ തിരിച്ച് ആലുവയിൽ തന്നെ എത്തിക്കും. ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടെ ആലുവയിൽ എത്തിക്കും. അതിനുശേഷം നാളെ വൈകിട്ടായിരിക്കും പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുക. അപ്പോൾ ഇന്നത്തെ നടപടിക്രമം എന്ന് പറയുന്നത് തെളിവെടുപ്പ് മാത്രമാണ്. അധികം പോലീസ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ അമീറുളിൻ്റെ ഒപ്പം പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB ഡിവൈഎസ്പി ശശിധരൻ തന്നെയാണ് അമീറുളിൻ്റെ കൂടെ ഉള്ളത്. ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് മടങ്ങിയെത്തും. നാളെ കോടതിയിൽ ഹാജരാക്കും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം പോലീസ് തയ്യാറാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഈ കുറ്റസമ്മതം അമീറുൾ നടത്തിയതിന് ശേഷം തെളിവെടുപ്പ് പ്രധാനമായും പോലീസ് നടത്തിയിരിക്കുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വസ്ത്രവും പോലീസ് അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച കണ്ടെത്തലുണ്ടാകും. കൂടാതെ സാക്ഷിമൊഴികൾ, പ്രത്യേകിച്ചും മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യ സാക്ഷി അമീറുളിനെ തിരിച്ചറിഞ്ഞിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. കൂടുതൽ സാക്ഷികൾ ഇയാളെ പിന്നീട് ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയും തിരിച്ചറിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള സാക്ഷിമൊഴികൾ ഇന്നലെ DNA സംബന്ധിച്ച സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായി DNA പരിശോധനയ്ക്ക് അയക്കുകയും അത് ഇയാളുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ തെളിവെടുപ്പും പ്രധാന തെളിവുകളും എല്ലാം ആ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് നാളെ വൈകിട്ടോടെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുന്നത്. ഒപ്പം തന്നെ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികളും പോലീസ് ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 20-25 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാവും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് കാഞ്ചീപുരത്തെത്തി തെളിവെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നടപടിക്രമം. ഉമേഷ്, പ്രത്യേകിച്ച് ഇവിടെ ഒരു സുപ്രധാനമായ വിഷയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെയും
പലയിടങ്ങളിലും തെളിവെടുപ്പ് ആൾക്കൂട്ടം അല്ലെങ്കിൽ ആൾത്തിരക്ക് കാരണം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരൊക്കെ എത്തിയത് കാരണം പൂർണ്ണമായി നടത്താനാകാതെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയാകാറായി. ഈ ഒരു സാഹചര്യത്തിലൊക്കെ പ്രത്യേകിച്ച് പ്രതി പറയുന്ന കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും കൃത്യതയില്ലാത്തതാണ്. ജിഷയുടെ അമ്മയും സഹോദരിയും പ്രതി അറിയില്ല എന്ന് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്ന രീതിയിലേക്കൊക്കെ സംഘം ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? സൗമ്യ, തെളിവെടുപ്പ് എന്ന് പറയുന്നത് ഈ കൊലപാതകം ചെയ്ത സ്ഥലവും രീതിയും പോലീസിനോട് വ്യക്തമാക്കുക എന്നുള്ളതാണ്. അത് കൊലപാതകം ചെയ്ത സ്ഥലത്തേക്കാണ് ഇന്നലെ പോലീസ് അമീറുളിനെ കൊണ്ടുചെന്നെത്തിച്ചത്. അമീറുൾ വളരെ വിശദമായി തന്നെ ജിഷയുടെ വീട്ടിൽ വെച്ച് എങ്ങനെയാണ് കൊല നടത്തിയത് എന്ന് വളരെ കൃത്യമായി തന്നെ അമീർ പോലീസിനോട് പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം എവിടെ നിന്ന് ആയുധം എടുത്തു എന്ന് സംബന്ധിച്ച് അമീറുൾ പറഞ്ഞു. ആയുധം എവിടെ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യവും പോലീസിനോട് കൃത്യമായി പറഞ്ഞു. ഇതിനുശേഷം ഈ കൊലപാതകം ചെയ്ത ശേഷം ഇയാൾ ഏത് വഴിയാണ് രക്ഷപ്പെട്ടത് എന്നടക്കം വളരെ കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസിനോട് ഇതിനകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാഞ്ചീപുരം. കാഞ്ചീപുരത്ത് നിന്നാണ് ഇയാൾ ഒടുവിൽ പിടിയിലായത്. മാത്രമല്ല, ഇയാൾ സിം കാർഡ് ഉപേക്ഷിച്ച് പുതിയ സിം കാർഡ് ഇട്ടതും ഈ കാഞ്ചീപുരത്ത് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്നും മാറി അത്തരത്തിലുള്ള ആ സിം കാർഡ് വാങ്ങിയ കടയിലും മറ്റും എല്ലാം ചെന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും. അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട രീതിയിലൂടെയാണ്, പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകം ചെയ്ത രീതിയും അതിന് കാരണമായ വസ്തുതയും, അതായത് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ പോലീസിനോട് അമീറുൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അമ്മയ്ക്കും സഹോദരിക്കും ഇയാളെ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരുന്നു. എന്നിട്ട് അമീറുളിനെ തിരിച്ചറിയുമോ എന്ന് പറഞ്ഞിരുന്നു. ഇത് പ്രത്യേകിച്ചും ജിഷയുടെ അമ്മയുടെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തനിക്ക് ജിഷയുടെ ഘാതകനെ കാണണമെന്ന് ജിഷയുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരമാണ് പോലീസ് ജിഷയുടെ അമ്മയെ അമീറുളിനെ കാണിച്ചത്. എന്നാൽ അമീറുളിനെ ജിഷയുടെ അമ്മയ്ക്ക് പരിചയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അത് പോലീസിനും എല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് എന്ന് അമീറിനോട് ജിഷയുടെ അമ്മ തന്നെ ചോദിക്കുകയുണ്ടായി. പലകുറി ഈ ചോദ്യം ആവർത്തിച്ചപ്പോഴൊന്നും തന്നെ അമീറുൾ അതിനുള്ള മറുപടി നൽകിയിരുന്നില്ല. ഒടുവിൽ ഇത്തരത്തിൽ വൈരാഗ്യം തീർത്തതാണ് എന്ന രീതിയിൽ തന്നെ അമീറുൾ നിന്ന് മറുപടി വരികയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും അമീറുൾ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് 100% പോലീസിന് ഉറപ്പാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുകയും തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും പോലീസ് ഇന്ന് വൈകിട്ടോടെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. എങ്കിൽ തന്നെയും ഇയാൾ അമീറുൾ ഇസ്ലാം കൊലപാതകം ചെയ്ത് ആസാമിലേക്ക് കടക്കുമ്പോൾ ഇയാൾ മറ്റൊരു സുഹൃത്തിൻ്റെ ഒപ്പമായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നുള്ള വിവരമെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സുഹൃത്തുക്കൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എന്നുള്ള കാര്യവും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കാരണം ആ സുഹൃത്തുക്കളുടെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം പോലീസ് നടത്തുകയുണ്ടായി. അപ്പോൾ അമീറുൾ മാത്രമാണ് ഈ ജിഷയുടെ കൊലപാതകം നടന്ന വീടിന് പരിസരത്തുണ്ടായിരുന്നത്. മറ്റു സുഹൃത്തുക്കളൊന്നും ആ സമയത്ത് അവിടെ ആ മൊബൈൽ പരിധിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളത് പോലീസിന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എങ്കിൽ തന്നെയും മറ്റേതെങ്കിലും സഹായം, അതായത് ഈ വസ്ത്രം ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ ആയുധം ഒളിപ്പിക്കാനോ അത്തരത്തിൽ വല്ല സഹായവും ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി പോലീസിന് അറിയാനുള്ളത്. അതെല്ലാം തന്നെ ഈ ഒരു തെളിവെടുപ്പ് നടപടി പൂർത്തിയാകുന്നതോടെ പോലീസിന് വ്യക്തമാവും. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അതിൻ്റെ ചിത്രം പോലീസിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം 7 ദിവസം തുടർച്ചയായി അമീറുളിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും പിന്നീട് തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. അതായത് ചോദ്യം ചെയ്യൽ ഏതാണ്ട് 95% പൂർത്തിയാക്കിയ ശേഷമാണ് തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇനി തെളിവെടുപ്പ് നടപടി പൂർത്തിയാക്കിയ ശേഷം ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തിയ ശേഷം നാളെ വൈകിട്ട് 4:30 അമീറുളിനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും ആവശ്യമായ സമയം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 10 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടി. ഈ 10 ദിവസം 7 ദിവസവും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് അമീറുളിനെ വിധേയനാക്കി. അതിനുശേഷമാണ് തെളിവെടുപ്പിലേക്ക്, അതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയിൽ തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയോടോ നാളെ പുലർച്ചെയോടെയോ കാഞ്ചീപുരത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം നാളെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കും. സൗമ്യ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കാഞ്ചീപുരത്തേക്ക് അമീറുൽ ഇസ്ലാമിനെ കൊണ്ടുപോയിരിക്കുകയാണ് തെളിവെടുപ്പിനായി.